ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 1 കിലോ ചിക്കനിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ നല്ലതുപോലെ വാഷ് ചെയ്ത് ചിക്കനിലെ വെള്ളം എല്ലാം കളഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി മസാലകളിടാം. ആദ്യം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ ഗരം മസാല ഇടാം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് 1 സ്പൂൺ ചേർക്കാം. 1 ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിൽ നമുക്ക് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇതിനെ നമുക്ക് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. 1 കിലോ റൈസിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. റൈസ് എപ്പോഴും അളന്നെടുക്കാൻ ശ്രമിക്കണം. 2.5 കപ്പ് റൈസാണ് നമുക്കിവിടെ കിട്ടിയത്. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക്. 20 മിനിറ്റ് അരി കുതിരാൻ വയ്ക്കാം. ഇനി ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 3 സവാള ചെറുതായി നീളത്തിനരിഞ്ഞത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഈ ഉള്ളി പൊരിച്ചെടുത്ത അതേ ഓയിലിൽ തന്നെ നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ പൊരിച്ചെടുക്കാം. ഇതേ ഓയിലിൽ തന്നെ ചിക്കനും പൊരിച്ചെടുക്കുക. ഓരോ ചിക്കൻ്റെ പീസുകളും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കി വന്ന എല്ലാ പീസുകളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ച് 4 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. നമുക്ക് 6 ഗ്രാമ്പു, 1 തക്കോലം, 1 പട്ട, 1 ബേ ലീഫ്, 4 ഏലക്ക. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് റൈസ് ഇടാം. റൈസ് ഇട്ട് ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക്. നമുക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് അളന്നെടുത്തത് അതേ പാത്രത്തിൽ നിന്ന് വെള്ളം അളന്നെടുക്കണം. വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് 1 നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇതിനെ അടച്ച് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിൽ തന്നെ 3 സ്പൂണോളം ഇതിനകത്തൊഴിച്ച് നീളത്തിന് അരിഞ്ഞെടുത്ത 3 സവാള ഇതിനകത്തിട്ട് നന്നായി ഒന്ന് 1 മിനിറ്റോളം ഇളക്കിയെടുക്കുക. ഇനി മസാല ആഡ് ചെയ്യാം. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ചതച്ച് വെച്ചിരിക്കുന്ന 1 സ്പൂൺ കുരുമുളക്, മുളക് പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ. 1 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മസാലയുടെ കളർ ചെറുതായി മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ 3/4 ഭാഗം നമുക്കിതിനകത്തോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കാം. നമ്മൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ദമ്മടിക്കാം. മസാല ദമ്മടിക്കുന്ന പാത്രത്തിലോട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് 3/4 കപ്പ് പുതിനയില ഇട്ട് കൊടുക്കുക.
പുതിനയില ഇങ്ങനെ ഇടുന്നത് നല്ലൊരു ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടാനാണ്. ചോറ് നമ്മളെ മസാലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായി 2 സ്പൂൺ നെയ്യ് മെൽറ്റ് ചെയ്തെടുത്ത് അതും കൂടെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗൈസ്. ബിരിയാണി ചെമ്പടച്ച് 10 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗൈസ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ.